ഹലോ മക്കളെ, സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? വെക്കേഷനൊക്കെ നല്ല സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നില്ലേ? അതിൻ്റെ ഇടയിൽ നമ്മളൊരു USS പരീക്ഷ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായാലോ? കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നമ്മളുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ പോകാം. അതിൻ്റെ ഉത്തരമൊക്കെ മിസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കൂ. കോകിലഹ ഇതി പദസ്യ സമാന പദം കിം? നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ കോകിലഹ എന്നുള്ളത്. ഏതാണ് ഈ പാഠഭാഗം? ഏറ്റവും ആദ്യത്തെ പാഠഭാഗമാണ് അല്ലെ. മിത്രക ആയാതു എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു അല്ലെ. അതിനകത്ത് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു കോകിലഹ ഇതി പദസ്യ സമാന പദം കിം അല്ലെ. കോകിലഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിൽ എന്നാണ് അല്ലെ. അതിന്റെ സമാന പദം ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. കാഗഹയാണോ? കാഗഹ എന്ന് പറഞ്ഞാൽ കാക്ക എന്നാണ് അല്ലെ. അപ്പോൾ അതല്ല. പിഗഹ, പിഗഹ എന്നാണ്? പിഗഹ കുയിൽ എന്നാണ്. ബാക്കിയുള്ളത് നമുക്ക് നോക്കിയാലോ. ശുഗഹ തത്തയാണ് അല്ലെ. ശുഗഹ തത്തയാണ് കേട്ടോ. മയൂരഹ മയിലാണ്, പീക്കോക്കാണ്. മയൂരഹ മയിൽ. അപ്പൊ ഏതായിരിക്കും ഉത്തരം? പിഗഹ അല്ലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി പിഗഹയാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. കൗതുകം ഉപയാതു ഇതി കാ വദതി അല്ലെ. കൗതുകം ഉപയാതു, വരൂ അല്ലെ. കൗതുകം എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ആരാണ് പറയുന്നത്? കാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഒക്കെ ആയിരിക്കും അത് പറയുന്നത്. കാ. കഹ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അവിടെ ഒരു പുല്ലിംഗ പദമായിരിക്കും അല്ലെ. അവിടെ ഒരു ആൺകുട്ടിയോ ഒരു പുരുഷനോ ഒക്കെ ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ എന്താണ്? കാ എന്നാണ് അല്ലെ. കാ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അർത്ഥം? ആര്, ആര് എന്നാണ്. പക്ഷെ അവിടെ അതെന്താണ്? അതൊരു സ്ത്രീലിംഗ പദമാണ് അല്ലെ. ഒരു സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നു കൗതുകം ഉപയാതു ഇതി കാ വദതി. കോകിലഹ ആയിരിക്കുമോ? ഇല്ല അല്ലെ. കോകിലഹ എന്ന് വരണമെങ്കിൽ കഹ എന്നാവണമായിരുന്നു. അതുകൊണ്ട് കോകിലഹ അല്ല. ഇനി എന്താണ്? വൃക്ഷഹയുമല്ല അല്ലെ. വൃക്ഷഹ അല്ല. ശാഖ ബാലിക. രണ്ട് ചോദ്യങ്ങളും എങ്ങനെയാണ്? രണ്ട് ഉത്തരങ്ങളും കാലാണ് അല്ലെ. സ്ത്രീലിംഗമാണ്. പക്ഷെ നമ്മുടെ ഉത്തരം ഏതാണ്? ബാലിക അല്ലെ. പെൺകുട്ടിയാണ് അവിടെ കൗതുകം ഉപയാതു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ. ബാലിക എന്നതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. പഠതി ഇത്യസ്യ ലോട്ട് രൂപം കിം? പഠതി എന്നതിന്റെ ലോട്ട് രൂപം ഏതാണ്? ലോട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? പഠതി ഏത് രൂപമാണ്? പഠതി ലട്ട് രൂപമാണ് അല്ലെ. ലട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വർത്തമാനകാലത്തിനെയാണ്. വർത്തമാനകാലഹ, വർത്തമാനകാലഹ. ലട്ട് വർത്തമാനകാലമാണ് അല്ലെ. ലോട്ട് എന്തിനാണ്? വരൂ, ആയാതു, പഠതു, പഠിക്കൂ അല്ലെ. നമ്മൾ ഒരാളോട് എന്താണ് ആവശ്യപ്പെടുന്നതാണ് അല്ലെ. പഠിക്കൂ അല്ലെ. പഠിക്കൂ, ഇരിക്കൂ, വരൂ എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. അപ്പൊ ഗച്ഛതു, പഠതു, ലിഖതു ഇതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ഏത് പദത്തിന് ഉദാഹരണമാണ്? ഏത് ലകാരത്തിന് ഉദാഹരണമാണ്? ലോട്ട് അല്ലെ. ലോട്ട് എന്നതിന് ഉദാഹരണമാണ്. അപ്പൊ ലോട്ട് രൂപങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഗച്ഛതു, പഠതു, ലിഖതു കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതൊക്കെയാ നോക്കൂ. പഠേത്. പഠേത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്തായാലും പഠിക്കണമെന്നാണ്. അപ്പൊ അതല്ല. പഠതു അല്ലെ. പഠിക്കൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലോട്ട് രൂപം ഏതാണ്? പഠതു. പഠാമി ആരുടെ കൂടെയാണ് വരുന്നത്? പഠാമി അഹം എന്ന കർത്താവിനോട് കൂടെയാണ് വരുന്നത്. അഹം പഠാമി എന്നാണ് പറയുന്നത് അല്ലെ. അഹം പഠാമി അല്ലെ. നീ പഠിക്കൂ എന്നാണ് പറയുന്നത് അല്ലെ. പഠതു എന്നാണ് അവിടെ ഉത്തരം. അപഠത് എന്താണ്? അപഠത് ലങ് രൂപമാണ് കേട്ടോ. അതായത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയതാണ്. അപഠത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു അല്ലെ. പഠിച്ചു കഴിഞ്ഞു, അതാണ് അപഠത് എന്ന് പറയുന്നത്. നമ്മളോട് ലോട്ട് രൂപമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലോട്ട് രൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗച്ഛതു, പഠതു, ലിഖതു. എളുപ്പമല്ലേ? അപ്പൊ ലോട്ട് രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസാനിക്കുന്നത്? തു എന്ന് അവസാനിക്കും അല്ലെ. വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കി നോക്കൂ. അത്ര അരുണഹ കഹ. ഇതിൽ ആരാണ് അരുണൻ അല്ലെ? നിങ്ങൾ അരുണാചൽ പ്രദേശ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? അരുണഹ എന്ന് വരുന്നത് അല്ലെ. ചന്ദ്രഹ അല്ല അല്ലെ. ചന്ദ്രനും സൂര്യനും ഒന്നല്ല നമുക്കറിയാം. സൂര്യഹ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ദ്രഹ, മഹേന്ദ്രഹ ഇത് രണ്ടും ഇന്ദ്രനെ കുറിച്ചുള്ള പദങ്ങളാണ് അല്ലെ. അരുണഹ എന്ന് പറയുന്നത് സൂര്യനാണ് കേട്ടോ. അരുണഹ കഹ. ഇവിടെ അരുണൻ ആരാണ്? ആരാണ്? സൂര്യനാണ് അല്ലെ. അരുണഹ സൂര്യഹ. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അടുത്ത നോക്കൂ. കിം ഗണേ ന അന്തർഭവതി അല്ലെ. ചോദ്യം ശ്രദ്ധിക്കണം അല്ലെ. അന്തർഭവതി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ്. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? ന അന്തർഭവതി എന്നാണ് അല്ലെ. ഇതിൽ
പെടാത്തതേത് അല്ലെ? ഈ കൂട്ടത്തിൽ ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഒന്നെന്താണ്, ഇതിനകത്ത് ചേരുന്നതല്ല, അതേതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഈ കൂട്ടത്തിൽ പെടാത്തതേത്? നോക്കൂ, സൂനം, പ്രസൂനം, പുഷ്പം, പർണം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. സൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ് എന്നാണ് അല്ലെ. പൂവ്, പുഷ്പം എന്നൊക്കെയാണ്. പ്രസൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അർത്ഥം തന്നെയാണ് അല്ലെ. ഒരേ അർത്ഥമുള്ള 3 പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. സൂനം, പ്രസൂനം, പുഷ്പം. ഇത് 3ന്റെയും അർത്ഥം എന്ത് തന്നെയാണ്? പൂവ് എന്ന് തന്നെയാണ് അല്ലെ. ഇത് 3ന്റെയും അർത്ഥം എന്ത് തന്നെയാണ്? പൂവ് എന്ന് തന്നെയാണ് അല്ലെ. പൂവ് അല്ലെങ്കിൽ പുഷ്പം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഏതാണ് ഇതിൽ പെടാത്തത്? പർണം. പർണത്തിന്റെ അർത്ഥം എന്താണ്? പർണം എന്ന് പറഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം കേട്ടോ. പർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ അന്തർഭവിക്കാത്തത് ഏത്? ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പർണം അല്ലേ. പർണം ഇലയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പർണം അർത്ഥം എന്താണ്? ഇല. അടുത്ത ചോദ്യം നോക്കൂ. കദളീപത്രേ ഇതി പദസ്യ വിഭക്തി അല്ലെ. വിഭക്തി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വിഭക്തികളുണ്ട്? എത്ര വിഭക്തികളാണുള്ളത്? 7 വിഭക്തികളാണുള്ളത് അല്ലെ. 7. സപ്തമി വിഭക്തി വരെയാണ് ഉള്ളത് അല്ലെ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി അല്ലെ. അങ്ങനെ 7 വിഭക്തികളാണ് ഉള്ളത്. ഇതിൽ കദളീപത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. കദളീപത്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴ ഇലയിൽ എന്നാണ് അല്ലെ. അവിടെ ഇൻ എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇൻ എന്നാണ്. ഇൻ അല്ലെങ്കിൽ ഓൺ എന്നൊക്കെ അർത്ഥം വരുന്നത്. അപ്പോൾ വാഴ ഇലയിലാണ് ഇരിക്കുന്നത് അല്ലെ. ഞാൻ എവിടെയാണ്? ഞാൻ എൻ്റെ വീട്ടിലാണ് എന്ന് എങ്ങനെ പറയും? അഹം ഗൃഹേ അസ്മി എന്ന് പറയണമെങ്കിൽ ഗൃഹേ വീട്ടിലെന്നാണ് അല്ലേ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്ന് പറയും? അഹം വിദ്യാലയേ, വിദ്യാലയേ അല്ലേ. വിദ്യാലയത്തിൽ, വിദ്യാലയത്തിൽ. ഇതെന്താണ്? വിദ്യാലയത്തിൽ. ഇതെല്ലാം ഏത് വിഭക്തികൾക്ക് ഉദാഹരണമാണ്? സപ്തമി വിഭക്തിക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഗൃഹേ, വിദ്യാലയേ. അതുപോലെ തന്നെയുള്ള വാക്കല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? കദളീപത്രേ അല്ലെ. കദളീപത്രേ വാഴ ഇലയിൽ എന്നതിൻ്റെ വിഭക്തി കണ്ടുപിടിക്കുക. ഏത് വിഭക്തി ആയിരിക്കും അപ്പോൾ ഇതും? സപ്തമി അല്ലെ. സപ്തമി അധികരണത്തെ സൂചിപ്പിക്കുന്നതാണ് സപ്തമി കേട്ടോ. ഒരു വസ്തു എവിടെയാണോ ഇരിക്കുന്നത് അല്ലെ, അത് വാഴയിലയിൽ ഇരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അല്ലെ. ഞാൻ വിദ്യാലയത്തിൽ ഉണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ എന്താണ്? നമ്മൾ അവിടെയാണ് ഉള്ളത് അല്ലെ. നമ്മുടെ ലൊക്കേഷൻ അതാണ്. അപ്പോൾ സപ്തമി വിഭക്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ഉപവിശതു ഇത്യസ്യ ലകാരഃ അല്ലെ. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു ഏതാണ്? ഏത് ലകാരമാണ് ഉപവിശതു എന്ന് പറയുന്നത്? ഗച്ഛതു, പഠതു, ലിഖതു ഒക്കെ ഏതാണ് വരുന്നത്? നമ്മൾ പറഞ്ഞത് ലോട്ടാണ് അല്ലെ. ഉപവിശതു, തു എന്നുള്ള വാക്ക് നമ്മൾ അവസാനം കണ്ടു അല്ലെ. ഉപവിശതു എന്ന് കാണുമ്പോൾ ഏതായിരിക്കും ഉത്തരം? ലോട്ടാണ് അല്ലെ. ലോട്ട്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മദീയം ഇത്യസ്യ അപരം പദം. അപരം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു പദം എന്നാണ്. മദീയം, മദീയം എൻ്റെ എന്നുള്ളതിൻ്റെ മറ്റൊരു പദം കണ്ടുപിടിക്കുക അല്ലെ. താവകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ എന്നാണ് കേട്ടോ. താവകം നിന്റെ എന്നാണ്. മാമകം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ എന്നാണ് അർത്ഥം കേട്ടോ. മാമകം, മാമക ഭവനം എന്ന് നമ്മൾ ആ കവിതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാമക ഭവനം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ വീട്. അപ്പൊ മാമകം എൻ്റെ. അയം എന്ന് പറഞ്ഞാൽ എന്താണ്? അയം ഇവൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇവൻ, ഇദ്ദേഹം എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത്. വയം എന്താണ്? ഞങ്ങളാണ്. വയം ഞങ്ങൾ, വയം ഞങ്ങളാണ്. വി എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കൂ. മദീയം ഇത്യസ്യ അപരം പദം കിം. മദീയം എൻ്റെ എന്നതിൻ്റെ അപരം പദം ഏതാണ്? മറ്റൊരു പദം ഏതാണ്? അതേ അർത്ഥത്തിൽ വരുന്ന ഏത് പദമാണ്? മദീയം എന്ന് പറഞ്ഞാലും എന്താണ്? എൻ്റെ എന്നാണ് അല്ലെ. അപ്പൊ എൻ്റെ എന്ന അർത്ഥം വരുന്നത് ഏതാണ്? മാമകം അല്ലെ. ഓപ്ഷൻ ബി മാമകം ആണ് ഉത്തരം. അടുത്ത് നോക്കൂ. അത്ര ഏകവചന സ്ത്രീലിംഗ പദം കിം. ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഏകവചന സ്ത്രീലിംഗ പദം. ഏകവചനത്തിലുള്ള സ്ത്രീലിംഗ പദമായിരിക്കണം അല്ലെ. ഏകവചനത്തിലുള്ള സ്ത്രീലിംഗ പദമായിരിക്കണം. അപ്പൊ എത്ര വചനങ്ങളുണ്ട്? 3 വചനങ്ങളുണ്ട് അല്ലെ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം അല്ലെ. മറ്റെല്ലാ ഭാഷകളിലും 2 വചനങ്ങളേ ഉള്ളൂ. നമുക്ക് എന്തുണ്ട്? സംസ്കൃത ഭാഷയിൽ 3 വചനങ്ങളുണ്ട് അല്ലെ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം കേട്ടോ. ഏകവചനം ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. ഒന്ന് എന്നുള്ള എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഏകവചനം. ഒരാളാണെങ്കിൽ
അല്ലെ? ഒരു പേനയാണെങ്കിൽ അതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നു? ഏകവചനത്തിൽ ഉൾപ്പെടുന്നു. ഇനി നോക്കൂ, ദ്വിവചനം എന്ന് പറയുമ്പോൾ എന്തിനെ സൂചിപ്പിക്കുന്നത്? 2 എന്ന നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? 2 പേരുണ്ടെങ്കിൽ, 2 ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ദ്വിവചനം എന്ന് പറയുന്നു. 3 അതിലധികമോ ആണെങ്കിൽ നമ്മൾ അതിനെ ഏതിൽ ഉൾപ്പെടുത്തുന്നു? ബഹുവചനത്തിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ? അപ്പൊ അത് ബഹുവചനമാണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ഏകവചന സ്ത്രീലിംഗ പദം. ഒരു ആളായിരിക്കണം. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? സ്ത്രീലിംഗമായിരിക്കണം അല്ലെ? അതൊരു സ്ത്രീലിംഗ പദമായിരിക്കണം. ഇവിടെ നോക്കൂ, ബാലികാഹ എന്ന് പറഞ്ഞാൽ കുറേ പെൺകുട്ടികളുണ്ട് അല്ലെ? കുറേ പെൺകുട്ടികളുണ്ട്. ബാലികേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബാലികേ എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ എന്നാണ് അല്ലെ? 2 ഗേൾസ് ആണ്. അപ്പോൾ ഇവിടെ ബാലികാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേൾസ് എന്നാണ്. അപ്പൊ എന്താണ്? മോർ ദാൻ 3 അല്ലേ? 3 അതിലധികമാണ്. 3 അല്ലെങ്കിൽ 3-നേക്കാളും അധികം, എത്ര വേണമെങ്കിലും ആവാം അല്ലെ? എത്ര നമ്പർ വേണമെങ്കിലും ആവാം. അപ്പൊ ബാലികാഹ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ബാലികെ 2 പെൺകുട്ടികളേ ഉള്ളൂ. ബാലികയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലികയാൽ, ആ പെൺകുട്ടിയാൽ എന്തോ ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പൊ അതല്ല, അത് എന്തല്ല? ഏകവചന സ്ത്രീലിംഗ പദമല്ല. ഇനി നോക്കൂ, ബാലിക എത്ര പേരുണ്ട്? ഒരു പെൺകുട്ടിയേ ഉള്ളൂ അല്ലെ? ബാലിക എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതെന്താണ്? ഏകവചന സ്ത്രീലിംഗ പദം. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഏകവചന സ്ത്രീലിംഗ പദം. ഏകവചനം എങ്ങനെ വരും? ഏകവചനം സ്ത്രീലിംഗത്തിലാണെങ്കിൽ ബാലിക, ദ്വിവചനമാണെങ്കിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരിക്കും? 2 പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ? ബാലികേ. ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ 3 പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ബഹുവചനത്തിൽ എഴുതും അല്ലെ? ബഹുവചനം എന്താണ്? ബാലികാഹ. ബാലിക, ബാലികേ, ബാലികാഹ കേട്ടോ? ബാലിക, ബാലികേ, ബാലികാഹ. അപ്പൊ ഒരു പെൺകുട്ടി, ബാലിക. ഇതാണ് നമ്മളുടെ ഉത്തരം അല്ലെ? ഏകവചന സ്ത്രീലിംഗ പദമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ? ഇനി നോക്കൂ, മാമക ഭവനം ഇതി പദസ്യ അർത്ഥഃ അല്ലെ? മാമക ഭവനം ഇതി പദസ്യ അർത്ഥഃ. നമ്മൾ കുറച്ചു മുൻപ് എന്ത് കണ്ടു? മാമകം എന്നതിന്റെ അർത്ഥം കണ്ടു അല്ലെ? എന്താണ്? എൻ്റെ എന്നാണ്. മാമകം എൻ്റെ എന്നാണ്. അപ്പൊ എൻ്റെ ഭവനം, എൻ്റെ വീട് അല്ലെ? മാമക ഭവനം ഇതി പദസ്യ അർത്ഥഃ കഹ. നമുക്ക് കിട്ടിയല്ലോ അല്ലെ? എൻ്റെ വീട് എന്നാണ് അർത്ഥം. നോക്കൂ, തവ ഭവനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ വീട് എന്നാണ്. തവ ഭവനം, ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ തവ ഭവനം, നിന്റെ വീട് അല്ലെ? മമ ഭവനം, എൻ്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറയും? മമ ഭവനം എന്ന് ഉത്തരം പറയും അല്ലെ? മയാഭവനം എന്ന് നമ്മൾ പറയില്ല അല്ലെ? മയാഭവനം എന്നുള്ള പ്രയോഗമില്ല, അത് തെറ്റാണ്. മദ് ഭവനം എന്നും പ്രയോഗമില്ല കേട്ടോ. മമ ഭവനമാണ് എൻ്റെ വീട് എന്നുള്ള അർത്ഥം കേട്ടോ. മാമകം, മമ, എൻ്റെ, രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ എൻ്റെ വീട് എന്ന് ഉപയോഗിക്കുന്നത് മമ ഭവനം കേട്ടോ. ഇനി സൂര്യ സാരഥി കഹ. സൂര്യന്റെ സാരഥി ആരാണ്? നേരത്തെ നമ്മളോട് എന്ത് ചോദിച്ചു? സൂര്യ ഹ ഇതി പദസ്യ അപരഹ അർത്ഥം അല്ലെ? അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അരുണഹ എന്ന് കണ്ടുപിടിച്ചു. മറ്റൊരു രീതിയിലും നമ്മളോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. സൂര്യ സാരഥി കഹ അല്ലെ? സൂര്യന്റെ സാരഥി ആരാണ്? സത്യത്തിൽ സൂര്യന്റെ സാരഥിയാണ് ആര്? അരുണൻ അല്ലെ? സൂര്യ സാരഥി അരുണഹ കേട്ടോ. സൂര്യ സാരഥി അരുണഹ. അരുണനാണ് സൂര്യന്റെ സാരഥി എന്ന് പറയുന്നത് കേട്ടോ. അരുണനാണ് സൂര്യന്റെ സാരഥി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? അരുണഹ. ഇനി നോക്കുക, പ്രതിദിനം അസ്മിൻ കദളീപത്രേ വിസ്മയം ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് നമ്മളുടെ ഏതാണ്? നമ്മുടെ ആ കവിതയിലെ ഒരു വരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രതിദിനം അസ്മിൻ കദളീപത്രേ വിസ്മയം അനുഭവതു അല്ലെ? നമ്മളത് പാടി ഇഷ്ടപ്പെട്ടിട്ടുള്ള കവിതയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? എളുപ്പത്തിൽ ആ ഉത്തരം കിട്ടും. പ്രതിദിനം അസ്മിൻ കദളീപത്രേ വിസ്മയം അനുഭവതു അല്ലെ? വിസ്മയം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അത്ഭുതത്തോടു കൂടിയിട്ട് വിസ്മയം അനുഭവതു. പ്രതിദിനം അസ്മിൻ കദളീപത്രേ വിസ്മയം അനുഭവതു എന്നാണ് നമ്മളുടെ ഉത്തരം അല്ലെ? ഉപവിശതു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിക്കൂ എന്നാണ്. അനുഭവതു അനുഭവിക്കൂ അല്ലെ? ഉപയാതു വരൂ എന്നാണ്. ആയാതു അല്ലെ? ആയാതു എന്നാണ്, വരൂ എന്നാണ് അർത്ഥം അല്ലെ? ഇനി നോക്കൂ, അത്ര ക്രിയാപദ രൂപം കിം. ഇവിടെ ക്രിയാപദ രൂപം എന്താണ്? എന്താണ് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത്? ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ക്രിയ എന്ന് പറയുന്നത് എന്താണ്? ക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? വെർബാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ക്രിയ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതം എന്നാണ് അല്ലെ. വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹാ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ വിസ്മയം അത്ഭുതം എന്നാണ്. ലാവണ്യം എന്താണ്? സൗന്ദര്യം എന്നാണ്. ഇതെല്ലാം എന്തല്ല? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു ആക്ഷൻ അല്ല. അത് ഇനി നോക്കൂ, ആയാതു. ആയാതു എന്ന് പറഞ്ഞാൽ എന്താണ്? വരൂ എന്നാണ് അല്ലെ. വരൂ എന്ന് പറയുന്നത്. അപ്പൊ വരുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷൻ ആണ് അല്ലെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലെ. അതെന്തിൽ പെടുന്നു? ഒരു ക്രിയാപദത്തിൽ ഉൾപ്പെടുന്നു. മാമകം എന്താണ്? മാമകം എന്താണെന്ന് ഇനി നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും അല്ലെ. മാമകം എന്റെയാണ്, നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ആ അർത്ഥം. ഇനി നോക്കൂ, ആയാതു ആണ് എന്തിവിടെ? ക്രിയാപദ രൂപം. അപ്പൊ ക്രിയാപദ രൂപങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ക്രിയാപദ രൂപം ഏതാണ്? ആയാതു ആണ് കേട്ടോ. ആയാതു ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. സംസ്കൃത ഭാഷായാം കതി വചനാനി. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, സംസ്കൃത ഭാഷയിൽ എത്ര വചനങ്ങളുണ്ട്? 3 വചനങ്ങളുണ്ട് അല്ലെ. ഏകവചനം, അടുത്തത് ഏതാണ്? ദ്വിവചനം, ബഹുവചനം. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം അല്ലെ. സംസ്കൃത ഭാഷയിൽ എത്ര വചനങ്ങളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വചനങ്ങളുണ്ട്? 3. 3ന്റെ സംസ്കൃത പദം ഏതാണ്? ത്രീണി അല്ലെ. ത്രീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 3 എന്നാണ്. അപ്പൊ അത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ത്രീണി അല്ലെ, 3. സംസ്കൃത ഭാഷയിൽ 3 വചനങ്ങളുണ്ട്, ത്രീണി. അപ്പൊ നമ്മൾ എന്തും കൂടെ പഠിച്ചിരിക്കണം, നമ്പർ അറിയണം അല്ലെ. എങ്ങനെയാണ് നമ്പർ വരുന്നത്? ഏകം 1, ദ്വേ 2. എങ്ങനെയാ വരുന്നത്? ഏകം 1, ദ്വേ 2, ത്രീണി 3. ഇനി എന്താ വരുന്നത്? ചത്വാരി. ചത്വാരി 4, പഞ്ച 5, ഷഡ് 6, സപ്ത 7, അഷ്ട 8, നവ 9, ദശ 10. എളുപ്പമാണ് അല്ലെ. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ, ദശ. അപ്പൊ നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വചനങ്ങളുണ്ട്? 3 വചനങ്ങളുണ്ട്. 3ന്റെ സംസ്കൃതം ത്രീണി എന്നാണ് അല്ലെ. 3 എന്നതിനെ നമ്മൾ സംസ്കൃതത്തിൽ ത്രീണി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ സംസ്കൃത ഭാഷയിൽ എത്ര വചനങ്ങളുണ്ട്? 3 വചനങ്ങളുണ്ട്. എത്ര വിഭക്തികളുണ്ട്? 7 വിഭക്തികളുണ്ട് കേട്ടോ. 7 വിഭക്തികളുണ്ട്. 7 വിഭക്തികളുണ്ട്. 7 വിഭക്തികൾ, 3 വചനങ്ങൾ. എളുപ്പമായല്ലോ. അപ്പോ ഇനി നോക്കൂ, വിസ്മയമിതി പദസ്യ അർത്ഥം ന ഭവതി ഏകം പദം വിവേചയതു. വിസ്മയമിതി പദസ്യ അർത്ഥം ന ഭവതി ഏകം പദം വിവേചയതു. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വിസ്മയമിതി പദസ്യ അർത്ഥം ന ഭവതി. വിസ്മയം എന്ന പദത്തിന്റെ അർത്ഥമല്ലാത്ത ഒരു പദം, ഏകം പദം, ഒരു പദം വിവേചയതു, നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത് അല്ലെ. വിസ്മയം എന്ന അർത്ഥം വരാത്ത ഒരു പദം കണ്ടുപിടിക്കൂ എന്ന് പറയുന്നുണ്ട്. വിസ്മയം എന്താണ്? നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നതാണ്. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്താ നോക്കൂ, അത്ഭുതം എന്നാണ് അല്ലെ. അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തന്നെയാണ്? വിസ്മയം എന്ന് തന്നെയാണ്. ആശ്ചര്യം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? വിസ്മയം എന്ന് തന്നെയാണ് അല്ലെ. അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അതിശയത്തോടു കൂടി എന്ന് പറയുമ്പോൾ എന്തർത്ഥം തന്നെ വരുന്നു? വിസ്മയം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതിശയം, ആശ്ചര്യം, അത്ഭുതം, ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? വിസ്മയം എന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി ഉൾക്കൊള്ളാത്തത് ഏതാണ്? ഇതിനകത്ത് പെടാത്തത് ഏതാണ്? മറ്റൊരർത്ഥം ഉള്ളത് ഏതാണ്? ശോഭനം കേട്ടോ. ശോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരം എന്നാണ് അല്ലെ. ശോഭനം എന്നതിന്റെ അർത്ഥം മനോഹരം എന്നാണ്. അതും അത്ഭുതവുമായിട്ട് ചേരുന്നില്ല അല്ലെ. അപ്പൊ ശോഭനമാണ് ഇതിന്റെ ഉത്തരം അല്ലെ. വിസ്മയമിതി പദസ്യ അർത്ഥം ന ഭവതി, അർത്ഥമല്ലാത്ത ഒരു പദം കണ്ടെത്തൂ. ഏതാണ് ഉത്തരം? ശോഭനം കേട്ടോ. ശോഭനം, മനോഹരം. ഇനി നോക്കൂ, പഞ്ചതന്ത്രസ്യ കർത്ത കഹ. നമ്മൾ പഠിച്ചതല്ലേ അല്ലെ പഞ്ചതന്ത്രസ്യ കർത്ത. പഞ്ചതന്ത്രം എന്ത് ഗ്രന്ഥമാണ്? ഒരു കഥാഗ്രന്ഥമാണ് അല്ലെ. ഒരു കഥാഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. സംസ്കൃതത്തിലെ ഒരു കഥാഗ്രന്ഥമാണ് എന്ത്? പഞ്ചതന്ത്രം എന്ന് പറയുന്നത്. ഈ പഞ്ചതന്ത്രം എഴുതിയതാരാണ്? ഓപ്ഷൻ എന്തൊക്കെയാണ്? കാളിദാസ, ഭാസ, വിഷ്ണു ശർമ്മ, മുതുകുളം ശ്രീധര അല്ലെ.
മുതുകുളം ശ്രീധരഹ ഏതെഴുതിയ നമ്മളുടെ മിത്രക ആയാതു എന്നുള്ള ആ കവിത എഴുതിയത് ആരാണ്? മുതുകുളം ശ്രീധരനാണ് അല്ലേ? മിത്രക ആയാതു. അപ്പൊ അദ്ദേഹം അല്ല അല്ലേ? അദ്ദേഹം അല്ല. ഭാസൻ ആരാണ്? ഭാസൻ ഒരു നാടകകൃത്താണ് കേട്ടോ. നാടകങ്ങൾ എഴുതിയിരുന്ന ഒരാളായിരുന്നു ഭാസൻ കേട്ടോ. അപ്പൊ നാടകകൃത്തായിരുന്നു. അപ്പൊ ഭാസനുമല്ല. കാളിദാസൻ ആരാണ്? കാളിദാസൻ നാടകങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ എഴുതിയിരുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു സംസ്കൃത കവിയായിരുന്നു അല്ലേ കാളിദാസൻ. അപ്പൊ അദ്ദേഹവും അല്ല. പിന്നെ ആരാണുള്ളത്? വിഷ്ണു ശർമ്മ അല്ലേ? വിഷ്ണു ശർമ്മയാണ് ഏതിന്റെ കർത്താവ്? പഞ്ചതന്ത്രം എന്ന കഥാഗ്രന്ഥത്തിന്റെ കർത്താവ്. നമ്മൾ 3 കാര്യം പഠിക്കണം അല്ലെ. പഞ്ചതന്ത്രം എന്താണ്? ഒരു കഥാഗ്രന്ഥമാണ്. അപ്പൊ പഞ്ചതന്ത്രം കഥാഗ്രന്ഥമാണ്. എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മയാണ് അല്ലെ? വിഷ്ണു ശർമ്മ. അപ്പൊ 3 കാര്യങ്ങളുണ്ട് അല്ലെ. ഇതൊരു കഥാഗ്രന്ഥമാണ്. ആ കഥാഗ്രന്ഥത്തിന്റെ പേരെന്താണ്? പഞ്ചതന്ത്രം. എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മ. ഇനി നോക്കൂ, വാനരയൂഥം കുത്ര വസതി സ്മ. ആ വാനരന്മാരുടെ കൂട്ടങ്ങൾ അല്ലെ, ഒരുപാട് വാനരന്മാരുണ്ടായിരുന്നു. എങ്ങോട്ട് പോയതാണ് അവര് സീതയെ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അല്ലെ. അപ്പോ ആ വാനരങ്ങളുടെ കൂട്ടം അല്ലെ, ആ കുരങ്ങന്മാരുടെ കൂട്ടം കുത്ര വസതി സ്മ, എവിടെയായിരുന്നു താമസിച്ചിരുന്നത് അല്ലെ? എവിടെയാണ് അവർ താമസിച്ചിരുന്നത്? വാനരയൂഥം കുത്ര വസതി സ്മ. ഇത് ആ വാനരന്മാരാണോ അതോ നമ്മളുടെ ഒരു പഞ്ചതന്ത്രത്തിലെ വാനരന്മാരാണോ? 2 വാനരന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ വാനരയൂഥം ഏതാണ്? ഒരു പഞ്ചതന്ത്ര കഥയിൽ ഒരുപാട് വാനരന്മാരുണ്ടായിരുന്നു. അവർ ഉപദേശിക്കുന്നൊക്കെയാണ് അല്ലെ. എന്നാ മൂർഖം ഉപദേശേത് എന്ന് പറയുന്ന കഥയിൽ കുറച്ച് വാനരന്മാരുണ്ട്. പിന്നെ ഏത് വാനരന്മാരുണ്ട്? മിസ് ഇപ്പൊ തന്നെ പറഞ്ഞ നമ്മുടെ ഹനുമാനൊക്കെ സീതയെ അന്വേഷിച്ചു പോയി. അവരും എന്തായിരുന്നു? ആ വാനരയൂഥമായിരുന്നു അല്ലെ, വാനരന്മാരുടെ കൂട്ടമായിരുന്നു. ഈ വാനരന്മാർ നമ്മുടെ പഞ്ചതന്ത്രത്തിലെ കുരങ്ങന്മാരാണ് അല്ലെ. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? കോടരെ നഗരെ അരണ്യേ ഗ്രാമേ. കോടരെ അല്ലെ, അവരൊരു മരത്തിന്റെ പൊത്തിലായിരുന്നു താമസിച്ചിരുന്നത്. കോടരയാണ് ഉത്തരം അല്ലെ. ഒരു മരത്തിന്റെ പൊത്തിനകത്ത് അവിടെയാണ് ഉണ്ടായിരുന്നത്. നഗരത്തിലല്ല അരണ്യേ ഗ്രാമേ എന്നൊക്കെയാണ് കേട്ടോ. വാനരയൂഥം കുത്ര വസതി സ്മ കേട്ടോ. ഇനി നോക്കൂ, ഋക്ഷരാജ കഹ. ഋക്ഷരാജൻ ആരാണ്? ഋക്ഷരാജൻ ജാംബവാനാണ് കേട്ടോ. ഋക്ഷരാജൻ ജാംബവാനാണ്. ഋക്ഷരാജ കഹ ആരാണ്? ജാംബവാൻ. വാനരലോക വിഗ്രഹപദം ലിഖതു. വാനരലോക എന്നുള്ളതിന്റെ വിഗ്രഹപദം എഴുതുക. എന്താണ് വിഗ്രഹപദം എന്ന് പറയുന്നത്? ഇത് എന്ത് പദമാണ്? ഇതൊരു സമസ്ത പദമാണ് അല്ലെ. ഇതൊരു സമസ്ത പദമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? സമാസം എന്ന് പറയാം അല്ലെ. ഇതൊരു സമാസമാണ്. ഇതിനെ ഒന്നിച്ചല്ലേ നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? വാനരലോകം എന്നുള്ളത്. അപ്പോൾ കുരങ്ങന്മാരുടെ ലോകം അല്ലെ, വാനരന്മാരുടെ ലോകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാനരലോകം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഗ്രഹപദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ മിസ് ഇപ്പൊ പറഞ്ഞ പോലെ വാനരന്മാരുടെ ലോകം അല്ലെ, വാനരന്മാരുടെ ലോകം, കുരങ്ങന്മാരുടെ ലോകം. അപ്പോൾ മിസ് എന്താണ് അതിനെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ കൂട്ടി പറയുന്നതും അതിന് നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിഗ്രഹപദം. വിഗ്രഹപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദത്തിനെ നമ്മൾ ഒന്ന് വിസ്തരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, വാനരാണാം ലോകഃ, വാനരസ്യ ലോകഃ, വാനരേഷു ലോകഃ, വാനരകുലസ്യ ലോകഃ. ഏതാണ് വരുന്നത്? വാനരന്മാരുടെ, കുരങ്ങന്മാരുടെ ലോകമാണ് എന്ത്? വാനരലോകഃ. ഒരു കുരങ്ങന്റെ അല്ല അല്ലെ. ഒരു കുരങ്ങന്റെ ആണെങ്കിൽ വാനരസ്യ എന്ന് വന്നേനെ. ഇവിടെ എന്തുണ്ട്? ഒരുപാട് വാനരന്മാരുണ്ട്. അതുകൊണ്ട് വാനരാണാം ലോകഃ വാനരലോകഃ കേട്ടോ. ഇനി നോക്കൂ, മധുർ ഗ്രാമഃ കസ്യാഹ നദ്യാഹ തീരെ അല്ലെ. മധുർ എന്ന് പറയുന്ന ഗ്രാമം ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് കേട്ടോ. മധുർ എന്ന് പറയുന്ന ഗ്രാമം തുംഗഭദ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. സൈവ പദച്ഛേദം കിം. സൈവ എന്നുള്ളത് എന്താണ്? കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു പദമാണ് അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പദച്ഛേദം ചെയ്യണം അല്ലെ. അതിനെ 2 അല്ലെ, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, സൗ ഏവ അല്ല അല്ലെ. സൈവ എന്ന് വരണമെങ്കിൽ എന്ത് വരണം? ആ പ്ലസ് എ ആണ് ഐ കേട്ടോ. ആ പ്ലസ് എ ആണ് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ എന്ത് വരുന്നത്? ഐ എന്ന് വരുന്നത്. അപ്പൊ സാ പ്ലസ് ഏവ, സാ അധികം ഏവയാണ് സൈവ എന്ന് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കൂ, ദേഹ ഇതി പദസ്യ സമാന പദം. സമാന പദം എന്ന് പറഞ്ഞാൽ എന്താണ്?
സമാന പദം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്നതാണ് അല്ലേ, സിനോണിംസ് ആണ്. അപ്പോൾ ഒരേ അർത്ഥം സമാന അർത്ഥം വരുന്നതിനെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദേഹഃ ഇതി പദസ്യ സമാന പദം, ദേഹം എന്നർത്ഥം വരുന്ന അതേ അർത്ഥത്തിലുള്ള ഒരു പദം ഇതിനകത്തുണ്ട്. 4 ഓപ്ഷനിൽ ഒന്ന് എന്താണ്, ദേഹഃ എന്ന് പറയുന്ന ഒരർത്ഥമാണ് അല്ലെ. ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരർത്ഥം? ഒരർത്ഥം നമ്മൾക്കറിയാം. ദേഹഃ എന്ന് പറഞ്ഞാൽ ശരീരഃ എന്നാണ് അല്ലെ. ശരീരഹയാണ് എന്ത്, ദേഹഃ. നമ്മുടെ ശരീരത്തിനാണ് നമ്മൾ ദേഹം എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ ദേഹാസ്വാസ്ഥ്യം അല്ലെ, ആ ശരീരത്തിന് സുഖമില്ല, വയ്യായികയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ദേഹാസ്വാസ്ഥ്യം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശരീരഹ എന്നാണ് ദേഹഃ എന്നുള്ളതിന്റെ ഒരർത്ഥം. ആ ശരീരഹ എന്നുള്ള പദം ഇതിനകത്തുണ്ടോ? ഇല്ല അല്ലെ. പകരം മറ്റൊരു പദം തന്നിട്ടുണ്ട്, കായഹ കേട്ടോ. കായഹയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? കായഹ. ദേഹഃ, ആ ശരീരഹ, കായഹ, ഇതൊക്കെ എന്താണ്? ഒരേ അർത്ഥത്തിൽ വരുന്നതാണ് അല്ലെ, നമ്മുടെ ശരീരം എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. നേത്രഹ എന്താണ്? നേത്രഹ കണ്ണാണ് അല്ലേ, കണ്ണ്. നേത്രഹ. ഹസ്തഹ എന്താണ്? നമ്മുടെ കൈയാണ്. ശിരഹ എന്താണ്? തലയാണ് അല്ലേ, നമ്മുടെ തലയാണ്. ശിരസ് എന്ന് പറയുന്നത് തലയാണ് അല്ലേ. ദേഹഃ എന്ന അർത്ഥം വരുന്നത് കായഃ, ദേഹഃ കായഃ. ഇനി നോക്കൂ, ദത്തേഷു പദേഷു തുമുന്നന്തം അവ്യയം കിം. തുമുന്നന്തം അവ്യയം ഏതാണ്? ഇതിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ നിന്നും തുമുന്നന്തം അവ്യയം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. തുമുന്നന്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ അവസാനിക്കും? എന്ന് അവസാനിക്കും അല്ലേ. എന്നാണ് അവസാനിക്കുന്നത്. അത് നമ്മുടെ എളുപ്പവഴിയാണ് അല്ലെ. തുമുന്നന്തങ്ങൾ എങ്ങനെ അവസാനിക്കുന്നത്? എന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ പഠിതും ലിഖിതും ചലിതും എന്നൊക്കെ പറയുമ്പോൾ ഏതാ ഉത്തരം വരുന്നത്? തുമുന്നന്തമാണ് വരുന്നത് അല്ലെ. തുമുന്നന്തം അവ്യയമാണ്. അപ്പൊ ചലിതും, ൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ഇതില് ചലിതും എന്നാണ് അല്ലെ. ചലിത്വ എന്തായിരിക്കും? ചലിത്വ എന്തായിരിക്കും? ത്വാന്തമായിരിക്കും കേട്ടോ. ത്വാന്തം അവ്യയമാണ്. ത്വാന്തം അവ്യയം. ചലിത്വ ത്വാന്തം അവ്യയമാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? തുമുന്നന്തം അവ്യയം കണ്ടുപിടിക്കൂ എന്നാണ്. ചലിതുമാണ് ശരിയായ ഉത്തരം. ഓക്കെ. മിത്രക ആയാതു ഇത് കവിതായാഹ രചയിത കഹ. മിത്രക ആയാതു എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ആരാണിത് രചിച്ചത്? എഴുതിയത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. മുതുകുളം ശ്രീധരഃ, മുത്തലപുരം മോഹനദാസഃ, PC ദേവസ്യ, വിഷ്ണു ശർമ്മ. 4 പേര് തന്നിട്ടുണ്ട് അല്ലെ. വിഷ്ണു ശർമ്മ ഏത് എഴുതിയത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഞ്ചതന്ത്രം അല്ലെ. പഞ്ചതന്ത്രമാണ് എഴുതിയത് അല്ലെ. മിത്രക ആയാതു ആരുടെ കവിതയാണ്? മുതുകുളം ശ്രീധരഃ കേട്ടോ. മുതുകുളം ശ്രീധരൻ എഴുതിയിട്ടുള്ള ഏതാണ്? ഒരു കവിതയാണ് ഏത്? മിത്രക ആയാതു. നമ്മുടെ ആദ്യത്തെ പാഠമാണ് അല്ലെ. മിത്രക ആയാതു, മുതുകുളം ശ്രീധരഃ അല്ലെ. ഇനി നോക്കൂ, മുനേഹേ ഭാവഃ സമസ്ത പദം കിം. മുനേഹേ ഭാവഃ എന്ത് പദമാണ്? ഇതൊരു വിഗ്രഹ പദമാണ് അല്ലെ. വിഗ്രഹപദമാണ്. വിഗ്രഹപദം എന്താണ്? വിസ്തരിച്ച് പറയുന്നതാണ് അല്ലെ, അങ്ങനെ നീട്ടി പറയുന്നതാണ്. അതിന്റെ സമസ്ത പദം, അതിനെ ഒറ്റ പദമാക്കിയാൽ അല്ലെ, ഒരു പദമാക്കിയാൽ അതിനെ കൂട്ടിച്ചേർത്താൽ എന്ത് വരും? മുനേഹേ ഭാവഃ. മുനേഹേ ഭാവഃ എന്താണ്? ഹാസ്യഭാവഃ ആണോ? അല്ല, യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഓപ്ഷനാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? അത് ഉറപ്പായിട്ട് നമുക്ക് വെട്ടിക്കളയാം. മുനിഭാവഃ ഉണ്ട്, മുനിഹി ഉണ്ട്, മൗനമുണ്ട്. മുനേഹേ ഭാവഹയാണ് എന്ത്? മൗനം കേട്ടോ. മൗനമായിരിക്കുന്ന എന്താണ്? മുനിയുടെ ഭാവമാണ് മൗനം. മുനേഹേ ഭാവഃ മൗനം. മൗനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നതാണ് അല്ലെ. മുനിമാരെങ്ങനെയാണ് തപസ് ചെയ്യുമ്പോൾ അവര് സംസാരിക്കൊന്നുമില്ല, അവർ മിണ്ടാതെ ഇരിക്കുന്നത്. അതാണ് മൗനമായിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുനിയുടെ ഭാവമാണ് മൗനം എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചതന്ത്രം കസ്മിൻ സാഹിത്യ വിഭാഗേ അന്തർഭവതി. നമ്മൾ 3 കാര്യം പഠിച്ചല്ലോ. പഞ്ചതന്ത്രം ഏത് വിഭാഗത്തിലാ? കഥാവിഭാഗത്തിലാണ്. അതൊരു കഥാഗ്രന്ഥമാണ്. എഴുതിയത് വിഷ്ണു ശർമ്മയാണ്. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. പഞ്ചതന്ത്രം കസ്മിൻ സാഹിത്യ വിഭാഗേ അന്തർഭവതി. പഞ്ചതന്ത്രം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത്? ഏത് സാഹിത്യ വിഭാഗത്തിനാണ് ഉൾക്കൊള്ളുന്നത്? എല്ലാവർക്കും അറിയാം, കഥയാണ് അല്ലെ. കഥാസാഹിത്യമാണ് ഏത്? പഞ്ചതന്ത്രം. പഞ്ചതന്ത്രം ഒരു കഥാഗ്രന്ഥമാണ്. അതൊരു കഥാഗ്രന്ഥമാണ് കേട്ടോ. എഴുതിയത് ആരാണ്? വിഷ്ണു ശർമ്മയാണ്. ഹനുമത് പ്രഭാവഃ ഇതി പാഠഭാഗഃ രാമായണേ കസ്മിൻ കാണ്ഡേ വർത്തതേ അല്ലേ. ഹനുമത് പ്രഭാവഃ ഇതി പാഠഭാഗഃ. ഈ പാഠഭാഗം രാമായണത്തിലെ ഏത് കാണ്ഡത്തിൽ അല്ലെ, ഏത് കാണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നത്? ഏത് കാണ്ഡത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ കിഷ്കിന്ധാ കാണ്ഡമാണ് കേട്ടോ.
കിഷ്കിന്ധാകാന്ഡമാണ്. കിഷ്കിന്ധാകാന്ഡവും ബാലകാന്ഡവും സുന്ദരകാന്ഡവും ഒക്കെ എവിടെയാണ് ഉൾപ്പെടുന്നേ? നമ്മുടെ രാമായണത്തിലാണ് അല്ലേ. അപ്പൊ ഈ കിഷ്കിന്ധാകാന്ഡം എവിടെയാണ് ഉള്ളത്? രാമായണത്തിലാണ്. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7 കേട്ടോ. അതിലൊന്നാണ് ഏത്? കിഷ്കിന്ധാകാന്ഡം. നമ്മളുടെ പാഠഭാഗം ഹനുമത് പ്രഭാവഹ എന്ന് പറയുന്ന പാഠഭാഗം കിഷ്കിന്ധാകാന്ഡത്തിലെയാണ്. കിഷ്കിന്ധാകാന്ഡം എവിടെയാണുള്ളത്? രാമായണത്തിലാണുള്ളത്. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7 അല്ലേ. 7ന് നമ്മൾ എന്താ പറയുന്നത് സംസ്കൃതത്തിൽ? സപ്ത അല്ലേ. സപ്ത. 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. അപ്പൊ മനസ്സിലായല്ലോ. വാനരലോകസ്യ വീരഃ കഃ? ആരാണ് വാനര ലോകത്തിലെ വീരൻ അല്ലേ? ആ വാനരന്മാരിൽ വീരൻ ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഹനുമാൻ. വാനര ലോകത്തിന്റെ വീരൻ ആരാണ്? ഹനുമാനാണ് കേട്ടോ. ഹനുമാനാണ് വാനരന്മാരിൽ വെച്ച് ഏറ്റവും വീരനായിട്ടുള്ളവൻ. ഹനുമാനാണ് അല്ലേ. വാനര ലോകസ്യ വീരഃ കഃ? നീ വാനര ലോകത്തിന്റെ വീരനാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹനുമാനാണ് കേട്ടോ. റേഡിയോ ഇതി പദസ്യ സംസ്കൃത പദം കിം? റേഡിയോ എന്ന് പറയുന്ന പദത്തിന്റെ സംസ്കൃത പദം ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. റേഡിയോ എന്നതിന് ഏതാണ്? ആകാശവാണിയാണ് കേട്ടോ. റേഡിയോ എന്ന് പറയുമ്പോൾ അതിന്റെ സംസ്കൃത പദം ആകാശവാണി. ആകാശവാണിയാണല്ലോ അല്ലെ. നമ്മൾ റേഡിയോയിൽ കേൾക്കുന്ന അല്ലെ ആകാശവാണി സ്റ്റേഷനുകളാണ്. അപ്പൊ ആകാശവാണി എന്താണ്? റേഡിയോ ആണ്. മറ്റു 3 പദങ്ങൾ നമ്മുടെ അർത്ഥം നോക്കാം അല്ലെ. അന്തർജാലം എന്താണ്? അന്തർജാലം ഇന്റർനെറ്റ് ആണ്. അന്തർജാലം ഇന്റർനെറ്റ് ആണ്.